السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ യൂണിറ്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. 3ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായിട്ടുള്ള ക്വിൻ അമീനൻ എന്ന് പറയുന്ന പാഠമായിരുന്നു ടീച്ചർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. മക്കളെല്ലാവരും ആ ഭാഗം വായിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. എന്തായിരുന്നു ക്വിൻ അമീനൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതൊരു ഖിസ്സ താരിഖിയയായിരുന്നു അല്ലേ. എന്തായിരുന്നു ഖിസ്സ താരിഖിയ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര കഥയായിരുന്നു. എന്താണ് കഥയിൽ പറയുന്നത് എന്ന് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. എന്തായിരുന്നു? ഒരു കച്ചവടക്കാരൻ ഒരു വേലക്കാരനെ കുറച്ച് വസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് പറഞ്ഞയക്കുകയാണ് അല്ലേ. അങ്ങനെ ആ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ന്യൂനതയുള്ളൊരു വസ്ത്രം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വേലക്കാരനെ പറഞ്ഞയക്കുന്ന സമയത്ത് ആ ഉടമസ്ഥനായിട്ടുള്ള യജമാനായിട്ടുള്ള കച്ചവടക്കാരൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? ഒരു ന്യൂനതയുള്ള വസ്ത്രമുണ്ട്, അത് നീ ആളുകൾക്കിടയിൽ നിന്നും മറച്ചു വെക്കരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വേലക്കാരൻ എന്താണ് ചെയ്തത്? അദ്ദേഹം എല്ലാ വസ്ത്രങ്ങളും വിറ്റയച്ചു, അതിൻ്റെ കൂടെ ഈ ന്യൂനതയുള്ള വസ്ത്രം കൂടെ വിറ്റയച്ചു അല്ലേ. അങ്ങനെ അദ്ദേഹത്തിന് ആ ചെയ്ത പ്രവൃത്തിയിൽ ഖേദം തോന്നിയിട്ട് അദ്ദേഹം അങ്ങാടിയിലേക്ക് തന്നെ മടങ്ങി പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ പോയി അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ആരാണ് ആ വസ്ത്രം വാങ്ങിയിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ നിരാശനായിക്കൊണ്ട് ആ വേലക്കാരൻ അങ്ങാടിയിൽ നിന്നും മടങ്ങി പോവാണ് അല്ലേ. അങ്ങനെ അദ്ദേഹത്തോട് യജമാനൻ ചോദിക്കുന്നുണ്ട് അല്ലേ, എല്ലാ വസ്ത്രങ്ങളും വിറ്റയച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ന്യൂനതയുള്ള വസ്ത്രവും ഞാൻ വിറ്റു കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് ആ യജമാനായിട്ടുള്ള കച്ചവടക്കാരൻ പറയുന്നത്? നീ അങ്ങാടിയിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ട് ആ വസ്ത്രം വിറ്റ് കിട്ടിയിട്ടുള്ള മുഴുവൻ പണവും സ്വതക്ക നൽകണം, ദാനമായിട്ട് നൽകണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു മഹാൻ അത് ആരായിരുന്നു എന്നായിരുന്നു നമുക്ക് ആ ഒരു പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു അത്? ഇമാം അബൂ ഹനീഫയായിരുന്നു അല്ലേ. ഇമാം അബൂ ഹനീഫ ആരാണ് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാനുണ്ട്. അവിടെ വെച്ചിട്ട് ടീച്ചർ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസുകൾ നോക്കാം. നോക്കൂ, ഒന്നാമത്തെ അൻഷിത നോക്കൂ. നഖ്റഉ നസ്സ വനുഇദു മുദക്കിറതൻ അനിശ്ചിതഖി. നഖ്റഉ നസ്സ, നമ്മൾ ആ ഒരു പാഠഭാഗം അല്ലെ, ആ ഒരു ഭാഗം നമുക്ക് വായിക്കാമെന്നാണ്. വനുഇദു, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. മുദക്കിറതൻ, ഒരു കുറിപ്പ് തയ്യാറാക്കാം. അനിശ്ചിതഖി, സിദഖിനെ കുറിച്ച് അല്ലെ സത്യസന്ധതയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പാഠഭാഗത്തിലെ ഇമാം അബൂ ഹനീഫ ആ ഒരു ഖാദിമിന് നൽകുന്ന, ആ ഒരു വേലക്കാരൻ നൽകുന്ന ഉപദേശങ്ങളുണ്ട് അല്ലേ. അവിടെ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ആ ഒരു പാഠഭാഗം നോക്കൂ. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ന സിദഖ യഹ്ദി ഇലൽ ബിർ, അല്ലെ തീർച്ചയായിട്ടും സിദഖ് എന്ന് പറയുന്നത് പുണ്യത്തിലേക്ക് നയിക്കുന്നതാണ്. വഹുവ ഖുലുഖുൻ ഹസനുൻ, അത് നല്ലൊരു സ്വഭാവമാകുന്നു. യുഹിബ്ബുഹുന്നാസ്, ആളുകൾ എന്ത് ചെയ്യുന്നു? സത്യസന്ധത പാലിക്കുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു അല്ലേ. വയസിഖൂന ബിഹി, അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതുപോലെ തന്നെ ഫഹുവ ത്വരീഖുൽ ഹുബ്ബി വൽ ഖബൂലി ലദന്നാസ്, അത് ആളുകൾക്കിടയിൽ നമുക്ക് സ്വീകാര്യതയും അതുപോലെ തന്നെ ഇഷ്ടവുമൊക്കെ നൽകുന്ന ഒരു മാർഗമാകുന്നു എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് എന്തെഴുതാൻ പറ്റും? എന്തെഴുതാം? അസ്സിദ്ഖു ഖുലുഖുൻ ഹസനുൻ, എന്താണ്? സത്യസന്ധത എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമാണ്. അസ്സിദ്ഖു ഖുലുഖുൻ ഹസനുൻ എന്നെഴുതാം അല്ലേ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടെ ചേർക്കാം. വസിഫത്തുൻ ഹമീദത്തുൻ, അതെന്താണ്? ആ സത്യസന്ധത എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമാണ്. അതുപോലെ തന്നെ സ്തുത്യർഹമായിട്ടുള്ള അല്ലെ, മറ്റുള്ള ആളുകൾ നമ്മെ സ്തുതിക്കുന്നതിന് കാരണമായി തീരുന്ന ഒരു സിഫത്തും കൂടെയാണ്, ഒരു വിശേഷണം കൂടെയാണ്. അടുത്ത സെൻറ്റൻസ് ആയിട്ട് എന്ത് കൊടുക്കാം നമുക്ക്? യുഹിബ്ബുന്നാസു അസ്വാദിഖ, സത്യം പറയുന്നവനെ അല്ലെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. വയസിഖൂന ബിഹി, അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. വയഖറബൂന മിൻഹു, അവനോട് അടുക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്താണ് പറഞ്ഞത്? യുഹിബ്ബുന്നാസു അസ്വാദിഖ വയസിഖൂന ബിഹി വയഖറബു മിൻഹു,
ആളുകൾ സത്യം പറയുന്ന ആളെ ഇഷ്ടപ്പെടുകയും അവനിലേക്ക് അടുക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ്. നോക്കൂ, അടുത്ത സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഇന്ന ശ്രീതക യഹ്ദി ഇലൽ ബിർറ്. കണ്ടില്ലേ, ആ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് എഴുതാം ഇന്ന ശ്രീതക യഹ്ദി ഇലൽ ബിർറി. ഇനി അവസാനത്തെ വരിയിൽ നോക്കൂ, വഹുവ ത്വരീഖുൽ ലിൽ ഖൈരി വന്നജാത്ത്. അത് നമുക്ക് അവിടെ എഴുതാം കേട്ടോ. ഇന്ന ശ്രീതക തീർച്ചയായിട്ടും സത്യസന്ധത എന്ന് പറയുന്നത് യഹ്ദി ഇലൽ ബിർറ് പുണ്യത്തിലേക്ക് നയിക്കുന്നതാണ്. വഹുവ ത്വരീഖുൻ അതെന്താണ്, മാർഗമാണ്, വഴിയാണ്, ലിൽ ഖൈരി നന്മയിലേക്കുള്ള, വന്നജാതി വിജയത്തിലേക്കുമുള്ള എന്നാണ്. അപ്പോൾ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ള സെൻറ്റൻസുകളെല്ലാം നിങ്ങളിങ്ങനെ ഓർഡറാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊരു കുറിപ്പായിട്ട് മാറിക്കോളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നഖ്റ ഉന്നസ. അവിടെ കൊടുത്തിട്ടുള്ള ഒരു പാഠഭാഗം ഉണ്ടല്ലോ, അത് വായിക്കാനാണ്. വനസ്തഖ്രിജ് മിൻഹു. എന്നിട്ട് അതിൽ നിന്നും കണ്ടെത്തുക, അതിൽ നിന്നും പുറത്ത് കൊണ്ടുവരിക അല്ല ഫാലൽ മാലിയ. ഫിഅൽ മാലിയെ കണ്ടെത്തുവാനാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഫിഅൽ മാലി എന്ന് പറഞ്ഞാൽ? എന്താണ് ഫിഅൽ എന്ന് പറഞ്ഞാൽ? ഫിഅൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് അർത്ഥം. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയിട്ടുള്ള. അപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഫിഅൽ മാലി ഉപയോഗിക്കുന്നത് കേട്ടോ. ഫിഅൽ മാലി എന്താണ് എന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. എന്താണ് ഫിഅൽ മാലി എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു, കഴിഞ്ഞു പോയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഫിഅൽ മാലി ഉപയോഗിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നടന്നു കഴിഞ്ഞിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എങ്കിൽ അത് പറയാനാണ് നമ്മൾ ഫിഅൽ മാലി ഉപയോഗിക്കാം. അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ. കെത്തബ എന്നാണ് അല്ലേ ഒന്നാമത്തേത്. കെത്തബ എഴുതി എന്നാണ്, അവൻ എഴുതി. ഇനി അത് പെണ്ണാവുന്ന സമയത്ത് അല്ലെങ്കിൽ പെൺകുട്ടിയാകുന്ന സമയത്ത് നമ്മൾ കെത്തബ എന്ന് പറഞ്ഞാൽ പോരാ. എങ്ങനെ പറയണം? കെത്തബത്ത് എന്നാണ് പറയേണ്ടത്. എന്താണ് കെത്തബത്ത്? കെത്തബൽ വലതു ആൺകുട്ടി അല്ലെങ്കിൽ കുട്ടി എഴുതി എന്ന് പറയാം അല്ലേ. എന്നാൽ നമുക്കത് ബിൻത്താകുന്ന സമയത്ത് എങ്ങനെ പറയേണ്ടത്? കെത്തബത്തിൽ ബിൻതു എന്നാണ് പറയാം. മനസ്സിലായോ? നോക്കൂ, ഹഫില എന്നാണ്. ഹഫില മനപ്പാഠമാക്കി എന്നാണ്. അത് പെൺകുട്ടിയാകുമ്പോൾ എങ്ങനെ പറയണം? ഹഫിലത്ത് എന്ന് പറയണം അല്ലേ. സെമിയ കേട്ടു, അവൻ കേട്ടു എന്നാണ്. അവൾ കേട്ടു എന്നെങ്ങനെ പറയാം? സെമിയത്ത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥം പറയുന്ന സമയത്ത് കെത്തബൽ വലതു അദ്ദർസ കുട്ടിപ്പാഠം എഴുതി. അപ്പോൾ എന്താണ്? കുട്ടിപ്പാഠം ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ ഹഫിദൽ വലതു അൽ ഖുർആന കുട്ടി ഖുർആൻ മനപ്പാഠമാക്കി. എന്താണ് നമ്മൾ ഈ പറയുന്നതിന് മുമ്പ് തന്നെ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ മനപ്പാഠമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സെമിഅൽ വലതു അന്നിദാ കുട്ടി എന്ത് ചെയ്തു? വിളി കേട്ടു അല്ലേ. അല്ലെങ്കിൽ സെമിഅൽ വലതു അല്ലദാന കുട്ടി ബാങ്ക് കേട്ടു എന്നൊക്കെ പറയാം. അപ്പോൾ എന്താണ്? മുമ്പേ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്ക് കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോയ പ്രവർത്തികളെ പറയാൻ ഉപയോഗിക്കുന്നതാണ് ഫിഅൽ മാലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ഒരു പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഫിഅൽ മാലികളെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഇവിടെ രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തേത് എന്താണ്? വസ്വല എന്നാണ്. റജാ വസ്വല എത്തി എന്നാണ്. റജാ മടങ്ങി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഫിഅലുകൾ നമ്മൾ കണ്ടെത്തണം. ഇനി ഫിഅൽ മാലി കണ്ടെത്താൻ വേറൊരു മാർഗം കൂടെയുണ്ട്. അതിൻ്റെ അവസാനത്തിൽ ഫതഹ് ആയിരിക്കും വരുന്നത്. നോക്കൂ, വസ്വല റജാ എന്നൊക്കെ പറയുമ്പം എന്താണ് അവസാനത്തിൽ വരുന്നത്? ഫതഹാണ് വരുന്നത് അല്ലേ. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ഫിഅൽ മാലിയെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഒരു പാഠഭാഗം നോക്കാം. അവിടെ ഏതൊക്കെയാണ് ഫിഅൽ മാലി വന്നിട്ടുള്ളത് എന്ന് കണ്ടെത്താം. നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ പേജ് നോക്കൂ. ലാത്ത് സ്വബാഹിൻ അർസല താജിറുൻ. കണ്ടല്ലോ, അർസല താജിറുൻ എന്നാണ്. അവിടെ അർസല എന്ന് പറയുന്നത് ഫിഅൽ മാലിയാണ്. അതുപോലെ തന്നെ അടുത്ത വരിയിൽ നോക്കൂ. കാല താജിറു ലിൽ ഖാദിമി. കണ്ടല്ലോ, അതിൽ കാല എന്ന് പറയുന്നതും ഫിഅൽ മാലിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ വരിയിൽ വാഫഖ ഉൽ ഖാദിമു എന്ന് പറഞ്ഞില്ലേ, അതിൽ വാഫഖ എന്ന് പറയുന്നതും ഫിഅൽ മാലിയാണ്. വസ്വല പിന്നെ നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സെൻറ്റൻസിൽ നോക്കൂ. ഇജ്തമാ. കണ്ടോ, ഇജ്തമാ അതും എന്താണ്? ഫിഅൽ മാലിയാണ്. അതുപോലെ തന്നെ ബാ അൽ ഖാദിമു. കണ്ടില്ലേ, അതിലെ ബാ എന്ന് പറയുന്നതും ഫിഅൽ മാലിയാണ്. അവസാനത്തെ വരിയിൽ ആദ എന്ന് പറയുന്നത് ആദ മസ്റൂറൻ. കണ്ടല്ലോ, അതിൽ ആദ എന്ന് പറയുന്നത് ഫിഅൽ മാലിയാണ്. നോക്കൂ, അടുത്ത പേജിൽ നോക്കൂ. തെദക്കറ. അതുപോലെ തന്നെ ദിമ. അതുപോലെ
റജ എന്ന് പറയുന്നത്, സഅല എന്ന് പറയുന്നത്, സോറ ഇതെല്ലാം തന്നെ എന്താണ് ഫിഅൽ മാദിയാണ് കേട്ടോ. ഇനി അവസാനത്തെ പാരഗ്രാഫിൽ നോക്കൂ, ആദ്യം നേരത്തെ വന്നിട്ടുള്ളതാണ്. അതുപോലെ നെസ്വീത്തു കണ്ടോ, നെസ്സിയ എന്നാണ് ഫിഅൽ വരിക. അത് നെസ്വീത്തു ഞാൻ മറന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നെസ്വീത്തു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ നെസ്സിയ എന്ന് പറയുന്ന ഫിഅൽ എന്താണ്, മാദിയാണ്. അതുപോലെ തന്നെ ഫക്കറ കണ്ടോ, ഫക്കറ താജിറു, അതിൽ ഫക്കറ എന്ന് പറയുന്നതും ഫിഅൽ മാദിയാണ്. അതുപോലെ അത്രയും വരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള ഫിഅൽ മാദികൾ. നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് എഴുതിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി അതിന് താഴെ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിലായിത്തീരുവിൻ എന്ന് പറയുന്ന ആ ഒരു ആയത്തിൻ്റെ ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കൂ, ഇനി അതിന് താഴെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി വരുന്നുണ്ട്. നോക്കൂ, നഖ്റ ഉന്നസ്സവനുക്കിമിൽ ഹിവാറ, നമുക്ക് ആ ഒരു പാഠഭാഗം വായിക്കാം. എന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു സംഭാഷണം, ആ ഒരു കോൺവെർസേഷൻ പൂർത്തിയാക്കാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. വസ്വലൽ ഖാദിമു ഇലാ ബൈത്തിഹി മുതഅഖിറൻ, വസ്വലൽ ഖാദിമു വേലക്കാരൻ എത്തി, ഇലാ ബൈത്തിഹി തൻ്റെ വീട്ടിലേക്ക്, മുതഅഖിറൻ വൈകിയിട്ട് എന്നാണ്, ലേറ്റായിട്ട് എത്തി എന്നാണ് കേട്ടോ. അങ്ങനെ ഫദാറ ബൈനഹു വ ബൈന വാലിദിഹി ഹിവാറിൻ, അങ്ങനെ വൈകിയെത്തിയ സമയത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിതാവിനും ഇടയിലൊരു സംഭാഷണം നടന്നു. ആ ഒരു സംഭാഷണമാണ് നിങ്ങൾ അവിടെ പൂർത്തിയാക്കേണ്ടത്. നോക്കൂ, അൽ ഇബിൻ മകനാണല്ലേ, എന്തായിരിക്കും പറയുന്നത്, അസ്സലാമു അലൈക്കും എന്നായിരിക്കും അല്ലെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇപ്പം എന്തായിരിക്കും പറയുന്നത്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ലിമ തഅഖർത, എന്തുകൊണ്ടാണ് നീ വൈകിയത് എന്നാണ്. ലിമ തഅഖർത, എന്തുകൊണ്ടാണ് നീ വൈകിയത്. അപ്പോൾ എന്താണ് പറയുന്നത്, യാ അബറ്റി അന ഹസീനുൻ, യാ അബറ്റി അല്ലയോ ഉപ്പ, അല്ല പ്രിയപ്പെട്ട ഉപ്പ, അന ഹസീനുൻ ഞാൻ വളരെ ദുഃഖിതനാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അൽ വാലിദ് ഉപ്പ ചോദിക്കുകയാണ്, എന്ത്, മാതാ അസ്വാബക്, നിനക്ക് എന്താണ് പറ്റിയത് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും ആ മകൻ പറയുന്ന മറുപടി, എന്തായിരിക്കും, എന്താണ് അദ്ദേഹം ദുഃഖിക്കുവാനുള്ള കാരണം, ആ ഒരു യജമാനൻ്റെ, ആ ഒരു കച്ചവടക്കാരൻ്റെ ഉപദേശം മറന്നു കളഞ്ഞതാണ് അല്ലേ. അപ്പോൾ മറന്നു കളഞ്ഞു എന്നുള്ളതിന് എന്താണ് പറയുക, ഞാൻ മറന്നു കളഞ്ഞു, നസീത്തു എന്നാണ് പറയുക കേട്ടോ. നസീഹത്ത് താജിരി എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത്, നസീത്തു നസീഹത്ത് താജിരി എന്നാണ് വരിക കേട്ടോ. നസീത്തു നസീഹത്ത് താജിരി. പിന്നീട് ഉപ്പ എന്തായിരിക്കും ചോദിക്കുന്നത്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം എന്നായിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരുന്നു, എങ്ങനെ ചോദിക്കാം, മാതാ കാനത്ത് നസീഹത്തുഹു, മാതാ കാനത്ത് എന്തായിരുന്നു, നസീഹത്തുഹു അദ്ദേഹത്തിൻ്റെ ഉപദേശം, മാതാ കാനത്ത് നസീഹത്തുഹു എന്തായിരുന്നു കച്ചവടക്കാരൻ നൽകുന്ന ഉപദേശം അവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലേ, ലാ തബിഅ നീ വിൽക്കരുത്, അൽ മലാബിസ വസ്ത്രങ്ങൾ വിൽക്കരുത്, ബിദൂനി ദിക്രി ഉയൂബിഹ ആ വസ്ത്രത്തിൻ്റെ ന്യൂനത പറയാതെ നീ വസ്ത്രങ്ങൾ വിൽക്കരുത് എന്നാണ്. അപ്പോൾ പിതാവ് ഉപ്പ ചോദിക്കുകയാണ്, ഹൽ ബിഅത, എന്നിട്ട് നീ ആ വസ്ത്രം വിറ്റോ അല്ലേ, നീ ആ ഒരു ന്യൂനതയുള്ള വസ്ത്രം വിറ്റോ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും അപ്പോൾ ആ മകൻ പറയുന്ന മറുപടി, ബിഅതു ജമീഅൽ മലാബിസി മഅ ഐബിഹി എന്നായിരിക്കും കേട്ടോ. ബിഅതു ഞാൻ വിറ്റിട്ടുണ്ട്, ജമീഅൽ മലാബിസി എല്ലാ വസ്ത്രങ്ങളും, മഅ ഐബിഹി ആ ഒരു ന്യൂനതയോട് കൂടിയിട്ട് ഞാൻ എല്ലാ വസ്ത്രങ്ങളും വിറ്റിട്ടുണ്ട് എന്നാണ്. അപ്പോൾ വാലിദ് ഉപ്പ പറയാണ്, മാതാ കാല താജിറു, അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ് കച്ചവടക്കാരൻ, എല്ലാ യജമാനായിട്ടുള്ള കച്ചവടക്കാരൻ എന്താണ് പറഞ്ഞത് എന്നാണ് കേട്ടോ. എന്തായിരിക്കും അദ്ദേഹം പറയുന്ന മറുപടി, ഇദ്ഹബ് ഇല സൂഖി വതസദ്ദഖ് ബിസമനിൽ മലാബിസി അല്ലേ, ഇദ്ഹബ് ഇല സൂഖി നീ അങ്ങാടിയിലേക്ക് പോവണം, വതസദ്ദഖ് എന്നിട്ട് നീ സ്വതക്ക നൽകണം, ബിസമനിൽ മലാബിസി വസ്ത്രങ്ങളുടെ ആ ഒരു വസ്ത്രം വിറ്റ് കിട്ടിയിട്ടുള്ള പണം അത് സ്വതക്കയായിട്ട് നൽകണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നാണ്. ഇത് കേൾക്കുന്ന സമയത്ത് എന്താണ് വാലിദ് പറയുന്നത്, ജസാഹുല്ലാഹു ഖൈറ, അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ അല്ലേ, ആ ഒരു യജമാനായിട്ടുള്ള കച്ചവടക്കാരന് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് എന്ത് ചെയ്യാണ് ഈ ഖാദിമിൻ്റെ ഉപ്പ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.
ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ 3 ആക്ടിവിറ്റീസുകൾ 3 അൻഷിത്തങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആക്ടിവിറ്റീസുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.